നിന്റെ ആങ്ങളെയും ഭാര്യയും വരുന്നുണ്ട്. എന്താ? നിന്നോടും ഹരീഷിനോടും മാത്രമായിട്ട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളോട് മാത്രം. രാജുവിന്റെ പെങ്ങള് വളിയനോ? അതിന് രാജു അവരും തമ്മില് മുടിഞ്ഞ അടിയാണല്ലോ. ആ പണിയുണ്ട്. താൻ എന്തായാലും അവരെ കയറ്റിവിട്. ആ ഇപ്പൊ വിളിച്ചിട്ട് വരാം. സാറ് പറഞ്ഞു കേറി അങ്ങോട്ട് വരാൻ. നിങ്ങൾ വാ. ആ വാ വാ. ഈ വഴിയൊക്കെ അറിയോ? ഞങ്ങൾക്ക് വഴിയൊക്കെ അറിയാം. പക്ഷേ സാറെപ്പോഴും തിരക്കല്ലേ? എന്താ നിങ്ങൾ അതിഥികളെ പോലെ നിൽക്കുന്നത്? ഇരിക്കടോ, ഇരിക്കേ. പിന്നെ പറയ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞങ്ങളൊരു പ്രത്യേക കാര്യം പറയാനാ വന്നത്. എന്നാ പറയ്, എന്തിനാ മടിക്കുന്നത്? ദേ എന്നെ ഒരു അന്യനായി ഒന്നും കരുതണ്ട. ഒരു വാശി. ഞങ്ങളെ തോൽപ്പിക്കുന്നവരോട് അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. ആ വർമ്മയും കൂട്ടരും അങ്ങനെ അങ്ങ് ജയിച്ച് മുന്നേറണ്ട. അയാൾ അനുദിനം തോറ്റോണ്ടിരിക്കല്ലേ? അവനൊരു ലൈഫ് ഉണ്ടോ? അതവിടെ നിൽക്കട്ടെ. നിങ്ങള് പറയാനുള്ള കാര്യം പറയേ. എനിക്ക് ഇലക്ഷന് നിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഓ സാറ് എനിക്കൊരു സീറ്റ് തരുമോ? സീറ്റ് ലിസ്റ്റ് ഏറെക്കുറെ ഫില്ലായി. എങ്കിലും ഞാന് ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ വിളിച്ചോളാം. ശരി. പോ. ശരി. ഓ യെസ്. എന്തു പറയുന്നടോ പൊടിയാടി? മുള്ളാണി എങ്കിൽ മുള്ളാണി, മർമ്മത്ത് തന്നെ കുത്താൻ പറ്റുമെന്ന് നോക്കാം. പൊടിയാടി. നീ ഇങ്ങനെ ടെൻഷൻ ആവണ എന്തിനാന്നാ ഞാൻ ചോദിക്കണേ? അവൻ പോയി അതിൽ ചെയ്തിട്ടടി, നമുക്ക് നോക്കാം. ഇനി അവൻ വല്ല പോലീസ് കേസും കൊടുത്താലോ? കൂടോത്രം നടത്തി കുഴിച്ചിട്ടു. അത് കണ്ടുപിടിച്ച നമ്മുടെ മോള് അവളുടെ കാരണത്തിട്ടൊന്ന് കൊടുത്തു. ഇതിനാണോടി കേസ് കൊടുക്കണത്? അവൻ അതൊക്കെ പെരുപ്പിച്ച് കാണിച്ചു കൊടുത്താലോ? അവൻ അതൊക്കെ ചെയ്യും. രുക്മിണിയുടെ മോനല്ലേ? എങ്ങനെയാ പെരുപ്പിക്കുന്നെ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവളുടെ മനസ്സിലൊരിത്തിരി തീ ഓരി ഇട്ടു കൊടുക്കണം. കാരണം ഒരിത്തിരി അഹങ്കാരം കൂടുതലാ. അതായത് അവള് കൂടോത്രമൊന്നും ചെയ്ത് കുഴിച്ചിട്ടിട്ടില്ല. പക്ഷേ രുക്മിണിയുടെ ഒരു 6 പവന്റെ സ്വർണമാല നീ കട്ടെടുത്ത് കുഴിച്ചിട്ടു. ആ മാല ചോദിക്കാൻ ചെന്നപ്പം മാരകായുധങ്ങളോടെ പ്രിയ തന്നെ നേരിടുകയും ചെയ്തു. പല്ലും നഖങ്ങളും ഉപയോഗിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. പുലി ചീറ്റുന്നത് പോലെ ചീറ്റുകയും ചെയ്തു. തുടർന്ന് നിർത്ത്. നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള വൈരാഗ്യം മുഴുവനും നിങ്ങൾ പറഞ്ഞു രസിക്കുകയാണോ? ആ രുക്മിണി അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. കണ്ണും തള്ളി നടക്കുന്ന ആ ചെറുക്കൻ രുക്മിണിയുടെ അടുത്ത നേർച്ച കോഴിയാ. അവനെ കൊണ്ടുവന്ന് അവള് ബലി കഴിപ്പിക്കും. അവനെ കുറിച്ച് അങ്ങനെയൊന്നും പറയാതെ. കാര്യപ്പ ശത്രുക്കളാണെങ്കിലും അവര് നമ്മുടെ പിള്ളേരല്ലേ. ശ്രീലക്ഷ്മിയെ എന്റെ അനിയത്തിയാ. പിന്നെ ഒരു അനിയത്തി. അനിയത്തിയാണെങ്കിലേ ഒക്കത്തെടുത്ത് വെച്ച് ഇത്തിരി ഇങ്കം കുറുക്കി താരാട്ട് പാട്ടും പാടിക്കോ. എന്താ ഹരീഷിന്റെ ശ്രീലക്ഷ്മിയുടെ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്ത് തീർന്നില്ലേ? അവനെന്തോ തീരുമാനം എടുത്ത പോലെ മോനെ പോയത്. ആ ഹരീഷ് എന്തെങ്കിലും പുകിലുണ്ടാക്കുമെന്ന് എന്റെ പേടി. എന്ത് പുകില്? രാധം ഓരോന്നാലോചിച്ച് കാട് കയറണ്ട. ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവൻ രണ്ടും കൽപ്പിച്ചാ പോയത്. പണ്ട് എന്റെ ഭർത്താവുണ്ടല്ലോ, ഓട്ടംതുള്ളലുകാരൻ ഭാരജാഷൻ പിള്ള ആശാൻ. ഭർത്താവിനെയും ആശാൻ തന്നെയാണോ വിളിക്കണേ? ചിലപ്പോ ഞാൻ അയാളെ ആശാനെന്നും വിളിക്കും. അല്ല, ചരിത്രം കേക്ക്. ഇനി ഇവരുടെ വക വൃത്തികെട്ട കഥയും കേൾക്കണോ? ദൈവമേ, നീ ഞങ്ങളുടെ പിടലേക്ക് ഈ ഇടിവിട്ട് തള്ള എന്തിനു വെച്ചു? ഒരു ദിവസം എനിക്ക് അത്രയ്ക്കങ്ങ് ദേഷ്യം വന്നപ്പം ഞാൻ വാരിജാഷം പിള്ളക്കിട്ട് 2 എണ്ണം അങ്ങ് കൊടുത്തു.
ആശാൻ എന്ത് പറ്റി? ചാവാൻ പോണ? നിങ്ങൾ ഈ ചരിത്രം കേട്ട് ഉറക്കം വന്നതാ. എന്നാ ഉറങ്ങുന്നതിന് മുമ്പ് ബാക്കിയും കൂടെ കേക്ക്. ആ ദേ ചേട്ടൻ വന്നല്ലോ. ഇവന്റെ അങ്ങോട്ട് പോകണുണ്ട് ഇതേപ്പോ തന്നെ തിരിച്ചു മഞ്ഞു. എന്തോ കാര്യമുണ്ടല്ലോ. അത് പിന്നെ ഞാൻ മഹാവിഷ്ണുവിനെ പോലെയാ, ഇവിടെയും കാണും അവിടെയും കാണും. ഉവ്വ. രാജുളിയാ പണിയൊന്ന് പാളി. എന്താളിയാ കാര്യം പറയേ? ആ സുധീഷ് കൊണ്ടുപോയി കേസ് കൊടുത്താടാ. സുധീഷ് അല്ല, ഹരീഷ്. അവൻ ഇനി കബീഷ് ആയാലും കൊച്ചമ്മണിക്കൊന്നുമില്ല. അളിയ അതൊന്നുമല്ല. ശ്രീലക്ഷ്മി അനന്തം പിള്ളയുടെ പാർട്ടി ചേർന്നു. എന്ത് പാർട്ടിയിൽ ചേർന്നോ? അവള് ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. അനന്തം പിള്ളയുടെ അടുത്ത് വന്ന് സീറ്റും ചോദിച്ചു. എടീ, എന്നിട്ട് അയാൾ സീറ്റ് കൊടുത്താ? അയാളെ കൊടുക്കുമല്ലോ. നമ്മളിൽ നിന്ന് ഒരാളെ കിട്ടുന്നത് അയാൾക്ക് ലോട്ടറി അല്ലേ? പ്രിയേ, നീ ആ രുക്മിണി അടിക്കണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രശ്നമല്ലേ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. പിന്നെ വീട്ടിൽ കയറി മര്യാദ കേട് കാണിച്ചവരെ വെറുതെ വിടണമായിരുന്നോ? പ്രിയേച്ചി ചെയ്തത് 100% കറക്റ്റാ. ഒരു കുഴപ്പമില്ല. ഇതിപ്പോ കാളിക്കും കൂളിക്കും ഏത് ഊളയ്ക്കും കയറി മത്സരിക്കാം. എന്താ നിങ്ങൾ മത്സരിക്കാൻ ഉദ്ദേശിക്കണ്ട? എന്താ ഞാൻ ഞാൻ മത്സരിക്കും, ജയിക്കും. പിന്നെ ഒരു മുന്നണി എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിക്കും. ആർക്ക് കൊടുത്തില്ലെങ്കിലും വർമ്മ സാർ എനിക്കൊരു സീറ്റ് തരും. ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ എന്റെ ബോസ് മുഹമ്മദ് അൽ മൻസൂരിയെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഈ അമ്മിണിയോടാ കളി. ഒത്തിരി കാശിറക്കേണ്ടി വരും. ഇത് ലോട്ടറി അടിക്കും പോലെ അല്ലേ ഹരീഷേ? ജയിച്ച് ഞാൻ MLA ആയോ ഇതൊക്കെ തിരിച്ചു പിടിക്കാലോ. ആ കണ്ടറിയാം നമുക്ക്. ദാ നിന്റെ ആങ്ങളെയും ഭാര്യയും വരുന്നുണ്ട്. എന്താ? നിന്നോടും ഹരീഷിനോടും മാത്രമായിട്ട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നിങ്ങളോട് മാത്രം. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഇത് നമ്മുടെ കുടുംബ പ്രശ്നം. നമ്മുടെ കുടുംബം? അങ്ങനൊരു കുടുംബം ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളൊന്നും അല്ല. ആയിരുന്നു, ഇപ്പൊ അല്ല. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വരരുത്. ശ്രീ മറക്കാൻ ശ്രമിക്കുന്നത് എന്താ? ശ്രീയോട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇവൾക്കാണോ എന്നോട് സംസാരിക്കാനുള്ളത്? ശ്രീ, നീയും ഹരീഷും കൂടി എന്തിനാ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? ആ, നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതിന് ഒരു കാരണവുമില്ല, ഒരു ന്യായവുമില്ല. അത് ശരി. ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാര് ഞങ്ങളായല്ലേ?